ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വളരെ ആശങ്കയോടുകൂടി ഇവിടെ വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗാർത്ഥികളെ ശ്രീമാൻ എ. വിൻസെൻ്റ് ഒരു കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ചങ്കിടിപ്പോടു കൂടിയാണ് അത് കേട്ടത്. കാരണം ഏത് ദിവസവും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാം എന്നാണ് വിൻസെൻ്റ് ഇവിടെ സൂചിപ്പിച്ചത്. ഏത് നിമിഷം വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടാം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയല്ല ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഒരുപക്ഷെ 40-45 ദിവസത്തെ കാലാവധി ഉണ്ടാവാം. പക്ഷേ ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം എന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് 45 ദിവസത്തെ കാലാവധി ഇനി നിങ്ങളുടെ മുമ്പിൽ ഇല്ല. നിങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഒരു 7 ദിവസമോ 10 ദിവസത്തിൻ്റെ കാലാവധിയെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ തൊഴിലും കൊണ്ട് മാത്രമേ ഇനി വീട്ടിലേക്ക് പോകാവൂ. നിങ്ങൾ എന്തായാലും സത്യത്തിൽ ഞാൻ ഈ നിങ്ങളുടെ ആളുകളെ കുറച്ച് ദിവസം മുമ്പ് അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ വളരെ ഉള്ളുരുക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ നിങ്ങൾ ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കണമെന്ന്. പക്ഷേ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു മൊബിലൈസേഷൻ നടത്തി ഇവിടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ എന്താണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഒരുപാട് പേര് പ്രസംഗിക്കാറുണ്ട്. ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാരനെ 3 ദിവസം ഒരു തുള്ളി ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ 100-150 പേരുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യമായി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ചാനലിൽ പറയുകയായിരുന്നു, എൻ്റെ മകൻ്റെ പേര് സിദ്ധാർത്ഥ്. എൻ്റെ മകൻ്റെ പേര് ആ ചെറുപ്പക്കാരൻ്റെ അമ്മ സംസാരിക്കുന്നത് ഞാൻ TV കണ്ടതാ. സിദ്ധു എന്ന് വിളിച്ചാൽ അവൻ ഓടി വരുമെന്നാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ കണ്ടറിയാമോ നിങ്ങൾക്ക്? എൻ്റെ മകനെയും സിദ്ധു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ അമ്മയുടെ മനോവ്യഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഇവിടെ ഈ കാട്ടാളന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടാളന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവരോട് ഒരു മൃദു സമീപനവും നമുക്ക് വെച്ച് പുലർത്താൻ കഴിയില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ പിൻവാതിൽക്കൂടെ വന്നവരാണോ? നിങ്ങൾ പിൻവാതിൽക്കൂടെ വന്നവരല്ല. നിങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1 അല്ല 2 തവണ പരീക്ഷ എഴുതി. 2 തവണ നിങ്ങൾ പരീക്ഷ എഴുതി. നിങ്ങൾ വിൻസെന്റ് പറഞ്ഞതുപോലെ കൊടും ചൂടിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ കായികക്ഷമതയ്ക്ക് പോയി. അവിടെ നിന്നു അത് പാസ്സായി. ആ പാസ്സായി ഭരണഘടനാപരമായി ജോലിക്ക് അർഹത നേടിയ നിങ്ങൾ 20 ദിവസമായി ഇവിടെ ഇരിക്കുമ്പോൾ, 20 ദിവസമായി നിങ്ങൾ ഈ 40 ഡിഗ്രി ചൂടിനെ ചൂടത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഇവിടെ എന്തോ 10ാം ക്ലാസ്സും ചില്ലറയും പാസ്സായ കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി 1,35,00,000 രൂപ ഖജനാവിനടുത്ത് ചെലവഴിക്കാൻ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വായിക്കായിരുന്നു, ഇന്ന് കേരളത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങി. ആലോചിച്ച് നോക്ക് നിങ്ങൾ. കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി ചരിത്രത്തിൽ ആദ്യമായി. 1.25 ലക്ഷം പെൻഷൻകാർക്ക് ശമ്പളം മുടങ്ങി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി. ആ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ സമ്പദ്ഘടനയെ കൊണ്ടുപോയ കാട്ടാളന്മാരാണ് ഈ ഭരണകൂടം എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. 2016 അധികാരത്തിൽ വരുമ്പോൾ 1,60,00,000 രൂപയായിരുന്നു കടം. ഇന്ന് 2024 ആകുമ്പോൾ 4,29,000 കോടി രൂപയായി കടം വർദ്ധിപ്പിച്ചു ഇവർ. ഒരു മാസം 20,000. നിങ്ങൾ ഓർത്തുകൊള്ളണം,
നിങ്ങൾക്ക് 10,000 പേർക്ക് ജോലി തരണമെങ്കിൽ എത്ര രൂപ ശമ്പളമാവും? ഓരോ മാസവും 20,000 കോടി രൂപയുടെ നികുതി പിരിക്കാനുള്ളവരാണിവർ. ഓരോ മാസവും 15,000 മുതൽ 20,000 കോടി രൂപ വരെ നികുതി പിരിക്കാവുന്നിടത്ത് ആ നികുതി പിരിക്കാതെ അതിൻ്റെ കൈക്കൂലി മേടിച്ച് ഖജനാവിൻ്റെ പള്ള ചേർത്ത് വലുതാവുന്ന ആളുകളാണ് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പം കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. 10% തൊഴിലില്ലായ്മ. MBBS പാസ്സായിട്ടുള്ള ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് ജോലിയില്ല. അറിയാമോ സുഹൃത്തുക്കൾക്ക്? MBBS പാസ്സായിട്ടുള്ള 10,000-ഓളം ആളുകൾക്ക് ജോലിയില്ല. ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാർക്ക് തൊഴിലില്ല കേരളത്തിൽ. അതുപോലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്ന കേരളത്തിൽ നിങ്ങൾക്കാകെയുള്ള തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിൽ കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇവിടെ വ്യവസായമില്ല, ഇവിടെ കൃഷിയില്ല, ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളില്ല, ഇവിടെ കൃഷിയില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കാകെപ്പാടെയുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. ആ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ 10,000-ഓളം ആളുകൾ ആരുടെയും കാലിൻ്റെയും പിടിക്കാൻ പോയില്ല. ഒരു ലോക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും കത്ത് വാങ്ങിക്കാൻ നിങ്ങൾ പോയില്ല. അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താ? എൻ്റെ മകൻ SFIയിൽ ചേർന്നിരുന്നുവെങ്കിൽ അവൻ ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ പക്ഷെ അതിനൊന്നും പോയില്ല. നിങ്ങൾ അന്തസ്സായി പരീക്ഷ എഴുതി കായികക്ഷമത പരീക്ഷയും പാസ്സായിട്ട് നിങ്ങൾ 2020 മുതൽ കാത്തിരിക്കുകയാണ്. ആരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ടാണ്? പിണറായി വിജയൻ്റെ ഔദാര്യത്തിന് വേണ്ടിയിട്ടാണോ? പിണറായി വിജയൻ്റെ ഔദാര്യമല്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള അവകാശമാണ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ഭരണഘടന നിങ്ങൾക്ക് ആ അവകാശം തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടേ തിരിച്ചു പോകൂ എന്ന് ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾ തീരുമാനിക്കണം. രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരുടെ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ കൂടെ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണും. പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറിയേറ്റുള്ളവന്മാരുടെ എല്ലാം ഭാര്യമാര് ഇവിടെ സജി ചെറിയാനെന്ന് പറഞ്ഞൊരുത്തിന് ഇരിപ്പുണ്ട് മന്ത്രിയായിട്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രി. അവൻ്റെ 3 തേർഡ് ക്ലാസ് പാസ്സായ മക്കളും യോഹന്നാൻ എന്ന് പറഞ്ഞവൻ്റെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായിരിക്കുകയാണ്. 4 പൈസയുടെ കോഴപ്പണം കൊടുക്കാതെ. KN ബാലഗോപാൽ എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രിയുടെ ഭാര്യ കോളേജ് പ്രൊഫസറാണ്. PK ബിജു എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ഭാര്യ കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നിയമകാര്യമന്ത്രി P രാജീവിന്റെ ഭാര്യ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പിൻവാതിലിൽ കൂടെ പ്രൊഫസറായതാണ്. EP ജയരാജന്റെ ഭാര്യ കേരള ബാങ്കിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തവരാണ്. AK ബാലന്റെ ഭാര്യ ആരോഗ്യവകുപ്പിലെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തവരാണ്. അപ്പോൾ എല്ലാ നേതാവിനും അവൻ്റെ മക്കളും മക്കളുടെ മക്കൾക്കും അവൻ്റെ എല്ലാവന്മാർക്കും ജോലിയുണ്ട്. അവിടെ നിഴഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് കിട്ടാനുള്ള ജോലി വാങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പാടുള്ളൂ. അവിടെ ഇരിക്കണം. ഭരണം സ്തംഭിക്കണം. ഭരണം സ്തംഭിച്ചാൽ ജോലി വരും. അതില്ല എന്നുണ്ടെങ്കിൽ എന്തു വൃത്തികേടും നിങ്ങളെ കാണിക്കും. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പ്രസംഗിക്കുന്ന കേട്ടു, നിങ്ങൾ തമ്മിൽ തല്ലിക്കാനുള്ള പണി. എന്തു വൃത്തികേടും ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ചോണം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കും നിങ്ങൾ വശംവദരാവാതെ നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഐക്യം, ഈ ഒത്തൊരുമ എന്ന് പറയുന്നത്, ഈ കാംറാഡിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് നിലനിർത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഒരു 10 ദിവസവും കൂടി ഇവിടെ ഇരുന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു, തൊഴിലും കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കാലാവധി 45 ദിവസമല്ല, നിങ്ങളുടെ കാലാവധി 10 ദിവസമാണ്. ആ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് ആ 10 ദിവസത്തിനുള്ളിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ വാതിലുകളും സ്തംഭിപ്പിക്കണം. ഇവിടെ മാത്രം പോരാ, ഒരാൾ ഇതിനകത്ത് കയറും. ഒരു മന്ത്രിയും കയറരുത്, ഒരു മുഖ്യമന്ത്രിയും കയറരുത്. ഇത്രയും പേരുണ്ടല്ലോ നിങ്ങൾ. ഒരു മുഖ്യമന്ത്രിക്കും ഒരു ചുക്കും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല.
ഇത്രയും പേര് നിങ്ങൾക്ക് അർഹതയുള്ളതും വാങ്ങിയിട്ട് മാത്രമേ ഇവിടുന്ന് നിങ്ങൾ തിരിഞ്ഞു പോകാവൂ എന്ന് നിങ്ങളോട് വളരെ വിഷമത്തോടുകൂടി മനോവ്യതയോടുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, അതിന് എനിക്ക് പാർട്ടിയില്ല, എൻ്റെ പുറകിൽ ആളുകളില്ല, ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കൊരാളേ ഉള്ളൂ. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കും. ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എൻ്റെ സേവനം നിങ്ങൾക്ക് നൽകാൻ തയ്യാറായിരിക്കും. നിങ്ങൾ എവിടെ പറയുന്നോ എന്തു പറയുന്നോ, നിങ്ങൾക്ക് ഈ തൊഴിൽ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യാനും ഞാൻ സദാ സന്നദ്ധരായിരിക്കുമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.